നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. വരാഹ അവതാരം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ മൂന്നാമത്തേതാണ് വരാഹാവതാരം. ശ്രീ മഹാഭാഗവതത്തിൽ വരാഹ അവതാരത്തെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്നു. വൈകുണ്ഠത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദ്വാരപാലകന്മാരായിരുന്നു ജയവിജയന്മാർ. ഒരു ദിവസം സനകാദി മഹർഷിമാർ മഹാവിഷ്ണുവിനെ കണ്ടു വന്ദിക്കുവാൻ വൈകുണ്ഠത്തിലെത്തി. ജയവിജയന്മാർ അവരെ തടഞ്ഞു. കുപിതരായ സനകാദികൾ ജയവിജയന്മാരെ ശപിച്ചു. നിങ്ങൾ ദാനവന്മാരായി തീരട്ടെ എന്നായിരുന്നു ആ ശാപം. മഹാവിഷ്ണു വധിച്ച് സായുജ്യം വരുമെന്നും പറഞ്ഞു. ജയവിജയന്മാർ പിന്നീട് കശ്യപ പ്രജാപതിയുടെയും ദിതിയുടെയും പുത്രന്മാരായി ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായി ജനിച്ചു. അവർ അതിമുഷ്കരന്മാരായി വേഗത്തിൽ വളർന്നു. ഭഗവത് ഭക്തന്മാരെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വേണ്ടുന്ന വരങ്ങൾ അവർ വാങ്ങി. മഹാവിഷ്ണുവിൻ്റെയോ പരമശിവൻ്റെയോ പേരുപോലും ഉച്ചരിക്കരുതെന്ന് അവർ വിലക്കി. ഈരേഴ് ലോകങ്ങളും ജയിച്ച തങ്ങളാണ് ലോകനാഥന്മാർ എന്നും അവർ പ്രഖ്യാപിച്ചു. അങ്ങനെ അവർ ജഗത്രയം അടക്കി വാണു. അവരുടെ നാമങ്ങൾ ചൊല്ലാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടു. അങ്ങനെ ഹിരണ്യാക്ഷൻ ദിഗ്വിജയത്തിന് ഒരുങ്ങി. ഹിരണ്യാക്ഷനെ കണ്ട് എല്ലാവരും പേടിച്ച് ഒളിച്ചു. തന്നെ നേരിടാൻ ആരുമില്ലെന്ന് കണ്ട് ഹിരണ്യാക്ഷൻ സമുദ്രത്തിലിറങ്ങി. ഗദ കൊണ്ട് തിരമാലകളെ തല്ലി തകർത്തു. സമുദ്രദേവനായ വരുണൻ പേടിച്ചരണ്ട് മഹാവിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു. അതികോപം പൂണ്ട മഹാവിഷ്ണു ഒരു പന്നിയായി ബ്രഹ്മാവിൻ്റെ നാസാദ്വാരങ്ങളിലൂടെ അവതരിച്ചു. ഭഗവാൻ തന്നെ തിരഞ്ഞു വരുന്നുണ്ടെന്നറിഞ്ഞ് ഭയം പൂണ്ട ഹിരണ്യാക്ഷൻ ഭൂമിയെയും എടുത്തുകൊണ്ട് പാതാളത്തിൽ പോയി ഒളിച്ചു. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വരാഹവും ഹിരണ്യാക്ഷനും തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു. എത്രയെല്ലാം പാടവം കാട്ടിയിട്ടും ഹിരണ്യാക്ഷന് വരാഹത്തിൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാനായില്ല. കടലിലും ഭൂമിയിലുമെല്ലാം യുദ്ധം തുടർന്നു. ചിറകുള്ള പന്നിയെപ്പോലെ മഹാവിഷ്ണു രാക്ഷസനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. യുദ്ധം പിന്നെയും നീണ്ടു. കാലം പലത് കഴിഞ്ഞപ്പോൾ പോരും ഈ കളി എന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചു. അപ്പോൾ മാത്രമാണ് മഹാവിഷ്ണു ഹിരണ്യാക്ഷനെ വധിച്ചത്. എന്നിട്ട് തൻ്റെ വലിയ തേറ്റകൾ കൊണ്ട് ഭൂമിയെ ഉയർത്തി യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.